ഹേ ഗായ്സ്, ഞാൻ ഇന്നൊരു മിനി വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ശരീരത്തിനും മനസ്സിനും ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി ഒരു ചെറിയ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അതും നമ്മുടെ മൂന്നാർ വിത്ത് എൻ്റെ ചുക്കുമോളും ഫാമിലിയായിട്ട്. വെളുപ്പിനെ രാവിലെ 5 മണിക്ക് ആറ്റിങ്ങിൽ നിന്ന് നമ്മൾ തിരിച്ചു. എൻ്റെ വൈഫ് ഫസ്റ്റ് ടൈമാണ് മൂന്നാർ പോകുന്നത്. പോകുന്ന വഴി കിഡു കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോയി. അങ്ങനെ തള്ളിയ കണ്ണില്ലേ ഉള്ളിലായത് നമ്മൾ മൂന്നാർ എത്തിയപ്പോഴാണ്. കൃത്യം 12 മണിയായപ്പോൾ നമ്മളെത്തി. മൂന്നാർ വന്നാൽ എവിടെ സ്റ്റേ ചെയ്യും എന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു കിഡു ഓപ്ഷൻ കിട്ടിയത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ഹോട്ടലുകളുടെ പട്ടികയിൽ ഇടം നേടിയ നമ്മുടെ ചാണ്ടീസ് വിൻഡി വുഡ്സ് റിസോർട്ട് വേറെ ലെവലാണ് കേട്ടോ. പ്രശസ്തമായ ഒരു ഓൺലൈൻ ട്രാവൽ കമ്പനി ഉണ്ടല്ലോ, ട്രിപ്പ് അഡ്വൈസർ. അവരുടെ കഴിഞ്ഞ വർഷത്തെ ട്രാവൽ ചോയ്സ് അവാർഡ് നേടിയത് മൂന്നാറിലെ ഈ ചാണ്ടീസ് വിൻഡി വുഡ്സ് ആണ്. ഇവിടുത്തെ സ്റ്റാഫുകളുടെ സർവീസ് എടുത്തു പറയണം കേട്ടോ. കൂടെ ഇവരുടെ ഫുഡും ഫ്ലാറ്റ് ആയി പോകും. ഇവിടുത്തെ ഷെഫില്ലേ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറും കൂടെയാണ്, നിബു. വന്ന ടൈം ഉച്ച ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഊണും പുളിശ്ശേരിയും മീൻകറിയും ഇടിയിറച്ചിയും ഈ ഐറ്റംസ് ഒക്കെ നമ്മുടെ മുന്നിൽ വന്നപ്പോൾ നമ്മൾ തന്നെ എല്ലാം മറന്ന് അങ്ങ് തട്ടി. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റിസോർട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. സീൻ കേട്ടോ. ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ്, റിവർ ഫോൾ ഒക്കെ ഇവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ പൊന്നെ, അത്ര അടിപൊളി. പിന്നെ അതൊക്കെ കണ്ട് നമ്മൾ നേരെ നമ്മുടെ റൂം നോക്കാൻ വേണ്ടി പോയി. ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ഹണിമൂൺ സൂട്ടൊക്കെ ഉണ്ട്. ആ റൂമിന്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ജക്കൂസിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചുമ്മാ ഇരുന്ന കണ്ണേ ഇതൊക്കെ കണ്ട് വീണ്ടും തള്ളി. ചാണ്ടീസ് വിൻഡി വുഡ്സ് റിസോർട്ട് ഉണ്ടല്ലോ, 3 തട്ടായിട്ടാണ് ഇരിക്കുന്നത്. എവിടെ നിന്നാലും മൂന്നാറിന്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ റൂമിലൊക്കെ വന്ന് നമ്മൾ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു ഈവനിങ് ആയപ്പോൾ റൂമിന്റെ പുറത്തോട്ടൊന്ന് ഇറങ്ങി കാഴ്ചകളെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് വീണ്ടും തിരിച്ച് നമ്മൾ ചാണ്ടീസിലേക്ക് വന്നപ്പോൾ അവരുടെ സ്പെഷ്യൽ ഡിന്നർ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. അതൊക്കെ എൻജോയ് ചെയ്തിരുന്നപ്പോഴേ വീണ്ടും ചാണ്ടീസ് സ്പെഷ്യൽ ഫുഡ് വേറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ട്രൈ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. എന്താ ടേസ്റ്റ്, ലെവൽ ഫുഡ്സ്, മസ്റ്റ് ട്രൈ. ഫിഷിന്റെ ഒരു വെറൈറ്റി ഐറ്റം, അതും കിണ്ണ സാധനം. ടാങ്കരി കബാബ്, ചിക്കൻ ചീസ് റാപ്പ്, അങ്ങനെ എല്ലാം കഴിച്ച് വയറും നിറഞ്ഞ് നേരെ റൂമിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ എണീറ്റോടം പല്ലൊക്കെ തേച്ച് നേരെ ചെന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും അപ്പൊ തന്നെ ഷെഫ് നിബുവിന്റെ ഒരു കോള്. അടിപ്പനൊരു ഐറ്റം എടുക്കട്ടെ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഓ കൊണ്ടുവാ. അങ്ങനെ നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രോൺസ് തവ നമ്മുടെ നിബു സെറ്റ് ചെയ്തു കേട്ടോ. എന്റെ പൊന്നെ, പ്രോൺസ് തവയ്ക്കൊക്കെ ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഈ മൂന്നാറിൽ വന്നപ്പോഴാണ് അറിഞ്ഞത്. ഫാൻ ബോയ് ആയി മാറിപ്പോയി കേട്ടോ. ഇവിടെ സർവീസ് അതൊരു സംഭവമാണ് കേട്ടോ. സ്റ്റാഫ് ആയാലും ഫുഡ് ആയാലും റൂം ആയാലും ഹെവി. നമുക്ക് പെരുത്തി ഇഷ്ടമായി. അപ്പൊ മൂന്നാർ വന്നാലേ ചാണ്ടീസ് വിൻഡി വുഡ്സിൽ ഒന്ന് സ്റ്റേ ചെയ്ത് നോക്ക്, അപ്പൊ മനസ്സിലാവും. അപ്പൊ ഇത്രയൊക്കെ തന്നെ. ഇനി നെക്സ്റ്റ് മിനി വ്ളോഗില് നിങ്ങളുടെ കണ്ണ് തള്ളി പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ്. അപ്പം നമ്മൾ എവിടെയാണുള്ളത്? മൂന്നാർ.